നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. 2026 വേൾഡ് കപ്പ് കഴിയുമ്പോൾ ആരൊക്കെ അന്താരാഷ്ട്ര ഫുട്ബോളിനോട് വിട പറഞ്ഞു എന്നൊരു ചോദ്യമുണ്ട്. വിട പറച്ചിലായിരിക്കും, ലാസ്റ്റ് ഡാൻസ് ആയിരിക്കും എന്ന രൂപത്തിലൊക്കെ നമ്മൾ കേട്ടു. ശരിക്കും ഡാൻസ് ആടിയത് മെസ്സി മാത്രമാണ്. ക്രിസ്ത്യാനോയും നെയ്മറും ഒന്നും അങ്ങനെ അങ്ങ് ഡാൻസ് ആടിയില്ല. എന്നാൽ മാനുവൽ ന്യൂ ഇയർ വിരമിച്ചിട്ട് തിരിച്ചു വന്നിട്ട് വീണ്ടും വിരമിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളുണ്ട്. ഈ വേൾഡ് കപ്പ് ശരിക്കും പലരുടെയും വിടവാങ്ങലായി എന്നാൽ വിടവാങ്ങലായോ എന്ന ചോദ്യം കൂടി അവിടെ വരുന്നുണ്ട്. അതെങ്ങനെയാ നോക്കാം. ഒന്ന്, ലയണൽ മെസ്സിയുടെ കാര്യം. മെസ്സി ഡ്രസ്സിംഗ് റൂമിൽ സഹതാരങ്ങളോട് പറഞ്ഞത്ര ഇത് തൻ്റെ അവസാന മത്സരമാണ് എന്ന്, അർജൻറ്റീനയ്ക്കായിട്ടുള്ള അവസാന മത്സരമാണ് എന്ന്. അത്തരത്തിൽ വാർത്തകളൊക്കെ പ്രചരിക്കുന്നുണ്ട്. പക്ഷെ അതങ്ങനെയല്ല. അദ്ദേഹം സ്റ്റിൽ ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്നാണ് TYC സ്പോർട്സൊക്കെ പറയുന്നത്. വരും ദിവസങ്ങളിൽ ആ കാര്യത്തിലൊരു വ്യക്തത വരും. നിലവിലിപ്പോൾ നമുക്ക് പറയാൻ പറ്റുക മെസ്സി അന്താരാഷ്ട്ര ഫുട്ബോളിനോട് വിട പറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ്. അദ്ദേഹം അടുത്ത അർജൻറ്റീനയുടെ കോളപ്പിൽ, സെപ്റ്റംബർ മാസത്തിലെ കോളപ്പിലുണ്ടാകുമ്പോൾ അത് കണ്ടറിയണം. കാരണം ഫ്രണ്ട്ലി മത്സരങ്ങളാണ്. മാത്രമല്ല 2030 വേൾഡ് കപ്പിന് ഓൾറെഡി അർജൻറ്റീന ക്വാളിഫൈഡുമാണ്. അപ്പോൾ പിന്നെ ക്വാളിഫയറിന് വലിയ പ്രാധാന്യമൊന്നുമില്ല. അർജൻറ്റീന ക്വാളിഫയർ മത്സരങ്ങൾ കളിക്കുന്നുണ്ട്, അത് വേറെ കാര്യം. അത് നമ്മൾ വേറെ വീഡിയോ ചെയ്യും. അപ്പോൾ ഏതായാലും മെസ്സിയുടെ കാര്യത്തിൽ അദ്ദേഹം വിരമിക്കൽ പ്രഖ്യാപിച്ചിട്ടില്ല. നെയ്മർ ജൂനിയറുടെ കാര്യമോ? നെയ്മർ ജൂനിയർ റിട്ടയർമെൻ്റ് എന്ന ഹിൻഡ് നൽകി. ബ്രസീൽ നോർവേയോട് പരാജയപ്പെട്ടതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, ഐ ട്രൈഡ് നൗ ഇറ്റ്സ് ഓവർ, ഐ സ്റ്റാർട്ടഡ് ഹിയർ, ഐ ഫിനിഷ്ഡ് ഹിയർ എന്ന് പറഞ്ഞു. ഞാനിവിടെയാണ് തുടങ്ങിയത്, ഞാനിവിടെയാണ് അവസാനിപ്പിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷെ ഇപ്പോഴും നെയ്മർ ജൂനിയർ ഒഫീഷ്യലി ബ്രസീലിയൻ ഫുട്ബോൾ ടീമിൽ നിന്ന്, ദേശീയ ടീമിൽ നിന്ന് വിരമിച്ചതായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല. അഞ്ചലോട്ടിനി അദ്ദേഹത്തെ പരിഗണിക്കുമോ എന്നുള്ളത് കണ്ടറിയണം. അത് അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ ഫിറ്റ്നസിനെയും ഫോമിനെയും ഒക്കെ ആശ്രയിച്ചായിരിക്കും. 32 വയസ്സേ നെയ്മർക്കുള്ളൂ, വേണമെങ്കിൽ അടുത്ത വേൾഡ് കപ്പ് വരെയൊക്കെ പോകാം. സോ അദ്ദേഹവും വിട പറഞ്ഞിട്ടില്ല. അപ്പോൾ പിന്നെ ആര്? 41 വയസ്സുള്ള ക്രിസ്ത്യാനോ റൊണാൾഡോ വിട പറഞ്ഞോ? ഇല്ലെന്നേ. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഫെയർവെൽ ഒരു പക്ഷേ പോസ്റ്റ്പോൺ ചെയ്തേക്കുമെന്ന റിപ്പോർട്ടുണ്ട്. ഇത് ക്രിസ്ത്യാനോ പക്ഷേ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെ അവസാന വേൾഡ് കപ്പാണ്, അടുത്ത വേൾഡ് കപ്പിന് അദ്ദേഹം ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ പോർച്ചുഗൽ ദേശീയ ടീമിൽ നിന്ന് അദ്ദേഹം വിടവാങ്ങൽ പ്രഖ്യാപിച്ചില്ല. പലരും അങ്ങനെ കരുതിയിരുന്നു. അദ്ദേഹത്തിൻ്റെ സഹോദരി പോലും ഇത് അവസാന ഡാൻസാണ്, ഇനി അദ്ദേഹം വിരമിക്കുകയാണെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അങ്ങനെയല്ല എന്ന് തന്നെ ക്രിസ്ത്യാനോ പറഞ്ഞു. ഞാൻ ഹീറ്റ് ഓഫ് ദി മൊമെൻറ്റിൽ ഒരു തീരുമാനവും എടുക്കാറില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട, അദ്ദേഹത്തിൻ്റെ അടുത്ത പരിചയക്കാരനായിട്ടുള്ള കോച്ച് ഹോർഗെ ഹീസസ് പോർച്ചുഗലിൻ്റെ പരിശീലക സ്ഥാനത്തേക്ക് വന്നതോടുകൂടി അദ്ദേഹം തുടരും എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഏറ്റവും ചുരുങ്ങിയത് യുവേഫ നേഷൻസ് ലീഗ് വരെയെങ്കിലും അദ്ദേഹം തുടരും, അത്രേ. അങ്ങനെയെങ്കിൽ അവിടെയും വിരമിക്കൽ ഇല്ല, ഫെയർവെല്ലില്ല. മോഡ്രിച്ച് അദ്ദേഹത്തിൻ്റെ ക്രൊയേഷ്യൻ ടീമിലുള്ള വിരമിക്കൽ നീട്ടിവെച്ചേക്കും എന്ന റിപ്പോർട്ട്, ESPN FC റിപ്പോർട്ട്. അതായത് അദ്ദേഹം ഇപ്പോൾ പുതിയ കോച്ചായിട്ട് ക്രൊയേഷ്യയിൽ സ്ലാവൻ ബിലിസിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലുക്ക മോഡ്രിച്ച് കുറച്ച് കാലം കൂടി തുടർന്നേക്കും എന്നൊരു സൂചന കോച്ച് നൽകുന്നുണ്ട്. ഐ വുഡ് വെരി മച്ച് ലൈക്ക് ഹിം ടു കണ്ടിന്യൂ എന്നാണ് കോച്ച് പറഞ്ഞത്. മോഡ്രിച്ച് ദേശീയ ടീമിൽ നിന്ന് വിരമിക്കുന്നതായിട്ട് പറഞ്ഞിട്ടില്ല. ബട്ട് ദി ഡിസിഷൻ ഈസ് എൻ്റർലി ഹിസ്. ലുക്കയാണ് തീരുമാനിക്കേണ്ടത്. ലുക്ക മീൻസ് എ ലോട്ട് ടു ഫുട്ബോൾ ആൻഡ് ടു ദി ക്രൊയേഷ്യൻ നാഷണൽ ടീം എന്ന് കോച്ച് പറയുന്നു. അപ്പോൾ മോഡ്രിച്ചിൻ്റെ വിരമിക്കലും നീണ്ടുപോകാൻ സാധ്യതയുണ്ട്. പക്ഷെ ന്യൂ ഇയർ വീണ്ടും വിരമിച്ച് കേട്ടാ. ന്യൂ ഇയർ നേരത്തെ വിരമിച്ചതാണ്. വിരമിച്ചിട്ട് വീണ്ടും വേൾഡ് കപ്പ് കളിക്കാൻ വേണ്ടി വന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഇനി വിരമിക്കുകയല്ലെന്ന് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു വിരമിച്ചിട്ടുണ്ട്. അപ്പോൾ ന്യൂ ഇയർ പോയി എന്നായിരുന്നു. പക്ഷെ ബാക്കിയുള്ളവരാരും ഇതുവരെ ഒഫീഷ്യലി വിട പറഞ്ഞിട്ടില്ല. ആ കാര്യം മനസ്സിലാക്കുക. സോ ഒരു ഒഫീഷ്യൽ ഫെയർവെൽ ഒന്നും ആരും നടത്തിയിട്ടില്ല. കഥ തുടരും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.